ഒരു വീട് പണിയുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കണം, എങ്ങനെയൊക്കെ വേണം അവർ പ്ലാൻ ചെയ്യാൻ, ഏതൊക്കെ രീതിയിൽ നോക്കണം എന്നതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ടൊന്ന് പറയുകയാണെങ്കിൽ അത് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു ഗുണമായിരിക്കും. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്, മോഹൻലാൽ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വീടെന്ന് പറയുമ്പോൾ ആ വീട് നമ്മളെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുകൂടെ നോക്കണം. അപ്പോൾ അതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ ബഡ്ജറ്റ് അതിലൊരു ഘടകമായിട്ട് വരും. ആ ബഡ്ജറ്റിൽ നമുക്ക് നമ്മളുടെ എന്തൊക്കെ സൗകര്യങ്ങൾ, നമുക്ക് വേണ്ട സൗകര്യങ്ങൾ എങ്ങനെയൊക്കെ ആ ബഡ്ജറ്റിൽ ഒതുക്കാം എന്നുള്ളതാണ് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്. അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു നല്ലൊരു ബിൽഡറിൻ്റെ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിൻ്റെ സേവനം ഉപകരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആളുടെ ഒരു സജഷൻ വെച്ചിട്ട് വേണം നമ്മളിത് ക്ലയൻറ്റ് പ്ലാൻ ചെയ്യാനായിട്ട്. ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് എല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കും, എല്ലാവരും സെയിം ആവണമെന്നില്ല. ഇപ്പോൾ ഈ അസിഫ് പറഞ്ഞ പോലെ ചിലവർക്ക് ലക്ഷറി ആയിട്ടുള്ള റൂം സ്പേസ് വേണമെന്നുണ്ടാവും. പക്ഷേ ചിലവർക്ക് ചില ക്ലയൻസിന് ചിലപ്പോൾ റൂംസ് നോർമലിയുള്ള റൂം മതി, പക്ഷേ എനിക്ക് ലിവിങ് കുറച്ച് വലുതായിരിക്കണം, ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ളൊരു സ്പേസ് ഒക്കെ വേണം. അപ്പോൾ അവരുടെയും കൂടി റിക്വയർമെൻറ്റിന് അനുസരിച്ചാണ് ഇപ്പോൾ നമ്മളാണ് വരയ്ക്കുന്നതെങ്കിൽ നമ്മൾ അങ്ങനെയാണ് വരച്ചു കൊടുക്കുന്നത്. ഈ ആർക്കിടെക്റ്റുമായിട്ട് ഇവരുടെ നീഡും കാര്യങ്ങളും ഒരു ഓപ്പൺ ടോക്കിലൂടെ ഡിസ്കസ് ചെയ്ത് വേണം തീരുമാനമെടുക്കാൻ. അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ്. ആർക്കിടെക്റ്റിന് അത് കൂടുതൽ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം ക്ലയൻറ്റ് റിക്വയർമെൻറ്റ്സ് പറയുമ്പോൾ തന്നെ ആർക്കിടെക്റ്റിൻ്റെ മനസ്സിൽ ഓൾറെഡി ആ വീട് വന്നു, പിന്നെ അത് വരച്ച് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ക്ലയൻസിനെ ഒന്നും കൂടി റിവ്യൂ ചെയ്യാം. ക്ലയൻസിനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ വീണ്ടും അതിലെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഫൈനൽ പ്ലാൻ ഫൈനലൈസ് ചെയ്യുന്നത്.